ഹായ് ഓൾ, വെൽക്കം ടു I+. ഞാൻ അക്ഷര. ജോഗ്രഫി ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം പഠിക്കാനായിട്ടുള്ള ടോപ്പിക്കാണ് ജോഗ്രഫി ആസ് എ സോഷ്യൽ സ്റ്റഡി ആൻഡ് ആസ് എ സയൻസ്. അപ്പോൾ സോഷ്യൽ സ്റ്റഡി ആയിട്ടും സയൻസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനിഷ്യലി ജോഗ്രഫി വാസ് പെർസീവ്ഡ് ആസ് എ സോഷ്യൽ സ്റ്റഡി. സോഷ്യൽ സ്റ്റഡിയുടെ ഒരു ഭാഗമായിട്ടാണ് ആദ്യകാലങ്ങളിൽ ജോഗ്രഫിയെ കൺസിഡർ ചെയ്തിരുന്നതും. Over time, scientific perspective gained prominence in geography with scholars such as Malthus viewed it as a science. പക്ഷേ കാലക്രമേണ എന്ത് സംഭവിച്ചു? നമുക്ക് ഈ ജോഗ്രഫി എന്ന് പറയുന്ന ഏരിയ എടുക്കുമ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്, ശാസ്ത്രീയമായിട്ടുള്ള പെർസ്പെക്റ്റീവിലൂടെ ജോഗ്രഫിയെ മനസ്സിലാക്കുക എന്നൊരു ഐഡിയയ്ക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് പ്രൊമിനൻസ് കിട്ടുന്നു. അപ്പോൾ എന്താണ്? സ്കോളേഴ്സ്, മാൽത്തസിനെ പോലെയുള്ള സ്കോളേഴ്സ് എന്ത് പറയുന്നു? ജോഗ്രഫി ഒരു സയൻസ് ആണെന്ന് പറയുന്നു. പ്രസന്റ് ഡേ ജോഗ്രഫേഴ്സ് viewed geography as a fusion of social studies and science, asserting that subject matter അവിടെ എന്താണ് പറയുന്നത് നോക്കിക്കേ. പ്രസന്റ് ഡേ ജോഗ്രഫേഴ്സോ ഇന്നത്തെ കാലത്തെ ജോഗ്രഫേഴ്സ് എന്താ പറയുന്നത്? ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് സോഷ്യൽ സ്റ്റഡീസ് ആൻഡ് സയൻസ്. സോഷ്യലും സയൻസിൻ്റെയും കൂടെ ഒരു ഫ്യൂഷനാണ്. കാരണം അതിലെ സബ്ജക്ട് മാറ്റർ എന്തൊക്കെയായിട്ട് ലിങ്ക്ഡ് ആണ് നമുക്ക് നോക്കാം. ലിങ്ക് ടു സൊസൈറ്റി വൈൽ ദ മെത്തഡോളജി സയൻറ്റിഫിക്. അപ്പോൾ നമുക്ക് സോഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? അവിടെ കണക്ഷൻ ഈ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധമുള്ള ഒരു മാറ്ററാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ മെത്തഡോളജി എന്താണ്? അത് ശാസ്ത്രീയം തന്നെയാണ്. ദ പ്രൈമറി ഫോക്കസ് ഓഫ് ജോഗ്രഫി ഈസ് ദ ഡൈനാമിക് ക്യാരക്ടർ ആൻഡ് സ്പെഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ദ എർത്ത് സർഫസ്. നമ്മൾ പ്രധാനമായിട്ടും ജോഗ്രഫി എന്ന് പറയുമ്പോൾ എന്തിനാണ് പ്രൈമറി ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത്? ഡൈനാമിക് ആയിട്ടുള്ള ക്യാരക്ടർ ആൻഡ് സ്പെഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് എർത്ത് സർഫസ്. നമ്മുടെ ഭൂമിയുടെ സർഫസിൻ്റെ ഡൈനാമിക്, അതായത് വ്യത്യമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലേ. പഴയ പോലെ തന്നെയാണോ എന്നും ഭൂമി ഒരുപോലെയാണോ നിൽക്കുന്നത്? അല്ല, ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടറും. പിന്നെ സ്പേഷ്യൽ ഓർഗനൈസേഷൻ, എങ്ങനെയാണ് ആ സ്പേസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈമറി ഫോക്കസ് കൊടുത്ത് ജോഗ്രഫിയിൽ പഠിക്കുന്നത്. ജോഗ്രഫി ആസ് എ സോഷ്യൽ സ്റ്റഡി. ഇനി നമുക്ക് അത് ഡീപ്പായിട്ട് നോക്കാം. ദ ഒറിജിൻ ഓഫ് ജോഗ്രഫി ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ഇറ്റ്സ് ഇനിഷ്യൽ ഫോം ആസ് എ സോഷ്യൽ സ്റ്റഡി. നമ്മൾ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഫീൽഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണും? സോഷ്യൽ സ്റ്റഡിയുടെ ഒരു സോഷ്യൽ സയൻസിൻ്റെയൊക്കെ ഒരു ഫീൽഡിൽ വരുന്ന ഒരു സബ് ടോപ്പിക്കായിട്ട് കാണും. Early exploration of geographical phenomena focused on detailing occurrence without delving into scientific explanation. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ആദ്യകാലങ്ങളിലുള്ള ഒരു എങ്ങനെയാണ് ജോഗ്രഫിക്കൽ ഫിനോമിനെ കൂടുതലായിട്ട് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ്, ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. അല്ലാതെ ഒരിക്കലും സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഭൂമിക്ക് പല പല അറകളുണ്ട്, അങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരിക്കലും അവിടെ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശം, ഇപ്പം അറകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സയൻറ്റിഫിക്കലി എങ്ങനെയാണ് ഡെവലപ്പ് ആയത്, എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊന്നും ആദ്യകാലങ്ങളിൽ നോക്കിയിരുന്നില്ല എന്ന് സാരം. Notable scholars like Eratosthenes and Ptolemy perceived geography as a social study incorporating logical thinking into the discipline. അപ്പം ആദ്യ കാലഘട്ടങ്ങളിലുള്ള സ്കോളേഴ്സാണ്. അപ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞത്? ജോഗ്രഫി ഒരു സോഷ്യൽ സ്റ്റഡി ആണെന്ന് പറഞ്ഞു. ലോജിക്കൽ തിങ്കിങ്, അതായത് ജോഗ്രഫിയുടെ കൂടെ ലോജിക്കൽ തിങ്കിങ് ആ ഒരു ഡിസിപ്ലിനിലോട്ട് ആഡ് ചെയ്താണ് അവർ ജോഗ്രഫിയെ കണ്ടത്. While providing details of geographical events, a scientific explanation of these events were not initially emphasized. ജോഗ്രഫിക്കൽ ഈവൻസ് ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയാം. മഴ, വെയിൽ, കാറ്റ്, മഞ്ഞ്, ഇതൊക്കെ ജോഗ്രഫിക്കൽ ഈവൻസ് ആണ്. അപ്പോൾ അതെങ്ങനെ ഒക്കർ ചെയ്യുന്നു എന്നവർ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ, ശാസ്ത്രീയമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ എന്താണ് ആ കാലഘട്ടത്തിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അതേപറ്റി അവർ അന്വേഷിച്ചതുമില്ല. ജോഗ്രഫി ആസ് എ സയൻസ്. ഇനി നമുക്ക് ജോഗ്രഫി ഒരു സയൻസ് എന്ന് എങ്ങനെ പറയാം? ദ എവല്യൂഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് മാർക്ക് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ജോഗ്രഫി. നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള പല പല മെത്തേഡുകളും ഇവോൾവ് ചെയ്ത് വന്നപ്പോഴാണ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ജോഗ്രഫി ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠന മേഖലയായിട്ട് മാറുന്നത്. മോഡേൺ ജോഗ്രഫി പ്ലേസ് എ സ്ട്രോങ് എംഫസിസ് ഓൺ അഡ്ഹെയറിംഗ് ടു സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് ഫോളോ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലോജിക്. മോഡേൺ ജോഗ്രഫി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? സയൻറ്റിഫിക് മെത്തേഡുകളെ, ശാസ്ത്രീയ വശങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ലോജിക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്ന തരത്തിലാണ്.
The recognition of cause-effect relationship gained significance in the study of geography. ഈ പറയുന്ന കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ ഒരു കാരണം കൊണ്ട് ഒരു കാര്യം മറ്റൊരു ഇഫക്റ്റിലേക്ക് നയിക്കുന്നു, കോസ് ആൻഡ് ഇഫക്റ്റ്, ഒരു സംഗതി നടക്കുമ്പോൾ അതിനൊരു കോസ് ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് ഈ പറഞ്ഞ സയൻറ്റിഫിക് ആയിട്ട് മാത്രമേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രസന്റ് ഡേ ജോഗ്രഫി ഈസ് റിഗാർഡ് ആസ് ബോത്ത് ഈ സോഷ്യൽ സയൻസ് ആൻഡ് നാച്ചുറൽ സയൻസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോഷ്യൽ സയൻസിൻ്റെ ഭാഗവുമാണ് നാച്ചുറൽ സയൻസിൻ്റെ ഭാഗവുമാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി നമുക്ക് നോക്കാം. ഫിസിക്കൽ ജോഗ്രഫി, ഇറ്റ് കോംപ്രിഹെൻസീവ്ലി സ്റ്റഡീസ് ഓൾ നാച്ചുറൽ ഫോംസ് ആൻഡ് പ്രോസസ്സസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ നാച്ചുറലി ഉണ്ടായി വരുന്ന എല്ലാത്തരം ഫോമുകളെക്കുറിച്ചും എല്ലാത്തരം പ്രോസസ്സുകളെക്കുറിച്ചും പഠിക്കുന്ന പഠന മേഖലയാണ് ഫിസിക്കൽ ജോഗ്രഫി. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി ഈസ് ടു എലുസിഡേറ്റ് ദ സ്പേഷ്യൽ ക്യാരക്ടേഴ്സ് ഓഫ് വേരിയസ് നാച്ചുറൽ ഫിനോമിന റിലേറ്റഡ് ടു എർത്ത്, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. അപ്പം ഈ ഒരു ഫിസിക്കൽ ജോഗ്രഫി എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? സ്പേഷ്യൽ ആയിട്ടുള്ള നമ്മൾ പുറമേ കാണുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തിൻ്റെയൊക്കെ, എർത്തിൻ്റെ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം വാട്ടർ ആയിരിക്കും, അറ്റ്മോസ്ഫിയർ എയർ ആയിരിക്കും, ലിത്തോസ്ഫിയർ ലാൻഡ് ആയിരിക്കും. മൂന്നും കൂടെ കൂടിച്ചേർന്ന് ലൈഫ് നിലനിൽക്കുന്ന ആ ഒരു സ്ഫിയറാണ് ബയോസ്ഫിയർ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നും എങ്ങനെയാണ് ഇവിടെയൊക്കെ പല തരത്തിലുള്ള ഫിനോമിനാസ് നടക്കുന്നത് എന്നാണ് ഏത് ജോഗ്രഫി പഠിക്കുന്നത്? ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന ഫീൽഡ് പഠിക്കുന്നത്. അടുത്ത അതിൽ തന്നെ വരുന്ന മറ്റു ടോപ്പിക്സ് ആണ് ഹൈഡ്രോളജി. ഹൈഡ്രോളജി എക്സാമിൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എർത്ത് വാട്ടർ ആൻഡ് ഇറ്റ്സ് മൂവ്മെൻറ്റ് ഇൻ റിലേഷൻ ടു ലാൻഡ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വൺ വേർഡൊക്കെ ചോദ്യം വരാവുന്ന നല്ല ചോദ്യങ്ങളാണ്. ഹൈഡ്രോളജി എന്താണ്? എർത്തിൻ്റെ വാട്ടറിനെ കുറിച്ച്, അതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച്, ലാൻഡുമായിട്ടുള്ള ഒരു റിലേഷനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹൈഡ്രോളജി എന്ന് പറയുന്ന ഫീൽഡ് പഠിക്കുന്നത്. അടുത്ത ജിയോമോർഫോളജി ഡെൽസ് ഇൻ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ജിയോമോർഫോളജി പഠിക്കുന്നത്. കൺസിഡറിങ് ഇറ്റ്സ് എസ് എ ജിയോളജിക്കൽ സ്ട്രക്ചർ, എർത്തിനെ ഒരു ജിയോളജിക്കൽ സ്ട്രക്ചറായിട്ട് കാണുന്നു. ഇനി മറ്റൊരു മേഖലയാണ് ജിയോഡസി. ജിയോഡസി എന്താണ്? എക്സ്പ്ലോർ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ സൈസിനെയും ഷേപ്പിനെ കുറിച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന മേഖലയാണ് ജിയോഡസി. ഇനി ഹ്യൂമൻ ജോഗ്രഫിയാണ് അടുത്തൊരു ബ്രാഞ്ച്. Human geography addresses the built environment and how space is created, perceived and managed by human, including the influence of human exert on the space they occupy. അപ്പോൾ എന്താണ്, മനുഷ്യനുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. അപ്പോൾ ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എൻവയോൺമെൻറ്റിൽ ഈ പറയുന്ന മനുഷ്യൻ എൻവയോൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നതും, എങ്ങനെയാണ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതും. അപ്പം അവർ ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ്, ഇപ്പം നമുക്കറിയാലോ, നമ്മളൊരു കുറച്ച് സ്പേസ് ഒക്കുപ്പൈ ചെയ്യുവാണെങ്കിൽ നമ്മളവിടെ ഗൃഹം നിർമ്മാണം നടത്തുന്നു, ഫാക്ടറീസ് നിർമ്മിക്കുന്നു, ഒക്കെ എല്ലാ കാര്യങ്ങളും എന്താണ് ഈ പറഞ്ഞ ഹ്യൂമൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇറ്റ് ഫോക്കസ് ഓൺ സ്റ്റഡി പാറ്റേൺസ് ആൻഡ് പ്രോസസ് ഷേപ്പ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പം ഈ ഹ്യൂമൻ സൊസൈറ്റി ഷേപ്പ് ചെയ്യുന്ന പല പാറ്റേണുകളും പ്രോസസ്സുകളും ഒക്കെ ഇല്ല, അതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ പല ആസ്പെക്റ്റുകൾ, ഹ്യൂമൻ, പൊളിറ്റിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക് ഫാക്ടേഴ്സൊക്കെ എന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ജോഗ്രഫി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാലോ, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ ജീവിതവും ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഹ്യൂമൻ ജോഗ്രഫി പഠിക്കുന്നത്. ഇനി എക്കണോമിക് ജോഗ്രഫി. എക്കണോമിക് ജോഗ്രഫി ഇൻവോൾവ് ദ സ്റ്റഡി ഓഫ് ലൊക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്പെഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് അക്രോസ് ദ വേൾഡ്. നമുക്കറിയാലോ, ഓരോ സ്ഥലങ്ങളിൽ കിട്ടുന്ന റിസോഴ്സസ് അത് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് സംഗതികൾ അവിടെ വരും. അപ്പോൾ അതാണ് ഈ ഒരു സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് നമ്മൾ പറഞ്ഞത്. എക്കണോമിക് ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓരോ ലൊക്കേഷനിൽ ഓരോ റിസോഴ്സുകളൊക്കെ കൂടുതലായിട്ട് കാണില്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്, അതിന് സ്പെഷ്യൽ ഓർഗനൈസേഷൻ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യമാണ് എക്കണോമിക് ജോഗ്രഫി പഠിക്കുന്നത്. ഇറ്റ് റെപ്രസെന്റ് എ ട്രഡീഷണൽ സബ് ഫീൽഡ് ഓഫ് ജോഗ്രഫി അനലൈസിംഗ് ദ സ്പെഷ്യൽ പാറ്റേൺ റിലേഷൻഷിപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് മുതലേ ഉള്ളൊരു സബ് ഫീൽഡാണ്, ജോഗ്രഫിയുടെ സബ് ഫീൽഡാണെന്ന് പറയാം. ഒരു ഉദാഹരണം പറയാം, ഇപ്പം നമുക്ക് ഈ ഒരു പെട്രോളിയം പ്രോഡക്ട്സ് ഈ ലോകത്തെല്ലായിടത്തും കിട്ടുമോ? ഇല്ല, അത് ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലേ കാണത്തുള്ളൂ. സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും കൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു സ്ഥലത്തെ എക്കണോമിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആകെ മാറുവാണല്ലേ. അപ്പോൾ ആ ഒരു കണക്ഷനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്.
Then environmental geography. Environmental geography എന്ന് വെച്ച് കഴിഞ്ഞാൽ integrates both human and physical geography, emphasizing their interaction with the human beings. അവിടെ എന്താണ് ഹ്യൂമൻ ജോഗ്രഫിയും ഫിസിക്കൽ ജോഗ്രഫിയും കൂടെ മിക്സ് ആയി വരുന്നതാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഘടകങ്ങൾ വരും. സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് സ്പേഷ്യൽ പാറ്റേൺസ് പ്രൊവൈഡിങ് ഇൻസൈറ്റ് ഇൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ദിയർ എൻവയോൺമെൻറ്റ്. മനുഷ്യൻ അവൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് എങ്ങനെ ജീവിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവൻ ചെയ്യുന്ന സോഷ്യോ എക്കണോമിക് ആക്ടിവിറ്റീസ്, അവിടുത്തെ സ്പേഷ്യൽ പാറ്റേൺസ് ഒക്കെ കണക്റ്റഡ് ആണ് ഈ ഒരു ഏരിയ. ഇനി മറ്റൊരു ടോപ്പിക്ക്, മറ്റൊരു ചെറിയ ഒരു ഏരിയ ആണ് പെഡോളജി എന്ന് പറയുന്നത്. പെഡോളജി ഈസ് എ കമ്പോണൻ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ജോഗ്രഫി. എൻവയോൺമെൻറ്റൽ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പെഡോളജി. ഇറ്റ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് സോയിൽ ഇൻ ഇറ്റ്സ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നാച്ചുറൽ എൻവയോൺമെൻറ്റിലെ സോയിൽ, ആ മണ്ണ്, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് പെഡോളജി എന്ന് പറയുന്നത്. നമ്മുടെ പെഡഗോജി ആയിട്ട് തിരിഞ്ഞു പോകില്ല, ഇവിടെ എന്താണ് പെഡോളജിയാണ് കേട്ടോ. പെഡോളജിയാണ്, സ്റ്റഡി ഓഫ് സോയിലാണ്. ഇനി അപ്ലൈഡ് ജോഗ്രഫി. അപ്ലൈഡ് ജോഗ്രഫി ഇൻവോൾവ് ദ ആപ്ലിക്കേഷൻ ഓഫ് ജോഗ്രഫിക്കൽ നോളജ് ആൻഡ് സ്കിൽ ടു അഡ്രസ് റിയൽ വേൾഡ് സോഷ്യൽ എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റ് ചലഞ്ചസ്. നമ്മൾ ഈ ജോഗ്രഫിക്കലായിട്ടുള്ള അറിവുകളെ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ റിയൽ വേൾഡിലുള്ള സോഷ്യലായിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റിലായിട്ടുള്ള ചലഞ്ചസ് ഡീല് ചെയ്യാനായിട്ട് നമ്മൾ ജോഗ്രഫിയിലുള്ള ആ ഒരു ജോഗ്രഫിക്കൽ നോളജ് ഉപയോഗപ്പെടുത്തുന്നതാണ് അപ്ലൈഡ് ജോഗ്രഫി എന്ന് പറയുന്നത്. ദ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, നമുക്കറിയാം GPS ഒക്കെ വെച്ച് പ്രവർത്തിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാലോ. സ്പേസ് ബേസ്ഡ് സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം, ഇതൊക്കെ നോക്കിക്ക് നമുക്ക് കൃത്യമായിട്ട് ലൊക്കേഷൻ, ടൈം ഇൻഫർമേഷൻ ഒക്കെ കിട്ടാനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ സുഹൃത്തിന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ എന്ത് ഈസിയാണ്, നമുക്ക് വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ അയക്കാനുള്ള ഫീച്ചറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമുക്കിത് അപ്ലൈഡ് ജോഗ്രഫിയാണ് അല്ലേ. അപ്പോൾ ഈ ജോഗ്രഫിക്കലായിട്ടുള്ള നോളജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റ് ഫീൽഡുകളിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ GPS ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു സംഗതി വെച്ചിട്ടുണ്ട്. It serves military, civil and commercial uses globally and is integral to modernizing global air traffic system. നമുക്കറിയാം മിലിറ്ററി എടുത്താലും സിവിൽ സൈഡ് നോക്കിയാലും കൊമേഴ്ഷ്യൽ സൈഡ് നോക്കിയാലും ഇപ്പം നമുക്ക് എന്ത് പറയുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ പോലും വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ. പിന്നെ അർബൻ പ്ലാനിങ്, റീജിയണൽ പ്ലാനിങ്, സ്പേഷ്യൽ പ്ലാനിങ്, ഇതൊക്കെ എന്താണ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോഗ്രഫിക്കൽ സയൻസുമായിട്ട് കണക്റ്റഡ്. ഇതിനെയൊക്കെ ഗൈഡ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ലാൻഡ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പല റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യണം, ടൗണുകൾ നിർമ്മിക്കണം, സിറ്റീസ് നിർമ്മിക്കണം, ഇതൊക്കെയാണെങ്കിലും ഇവിടെ എല്ലാം ബേസിക്കായിട്ട് എന്താണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും അതിൻ്റെ ഫലം എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാമല്ലേ, മരടിൽ ഫ്ലാറ്റ് പൊളിച്ച കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവിടെ എന്താ സംഭവിച്ചതും, ആ ഒരു ജോഗ്രഫിക്ക് ഒരിക്കലും സ്യൂട്ടാവാത്ത തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ് അവരവിടെ നടത്തിയിരുന്നതും. അപ്പോൾ അത് പൊളിച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അനന്തരഫലം വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് അത്രയും റിസ്ക് എടുത്തും അവിടെ എന്ത് ചെയ്തത്, ആ ഫ്ലാറ്റ് അവിടെ പൊളിച്ച് മാറ്റേണ്ടി വന്നതും. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തണം. അതിന് തക്കതായിട്ടുള്ള ഒരുപാട് ടെക്നോളജി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ്, അപ്ലൈഡ് ജോഗ്രഫിയുടെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഫൈനലി എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചറുള്ള സബ്ജക്റ്റാണ് ജോഗ്രഫി എന്ന് പറയുന്നത്. സോഷ്യൽ സയൻസും നാച്ചുറൽ സയൻസും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, ബ്രിഡ്ജ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്, ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ സിസ്റ്റം തമ്മിൽ കണക്റ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ജോഗ്രഫി ഒരു ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചറുള്ള സബ്ജക്റ്റാണ്. ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ജോഗ്രഫിയെ മനസ്സിലാക്കേണ്ടത്. ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ആസ്പെക്ട് ഓഫ് ജോഗ്രഫി എപ്പോഴും എന്താണ്, നമുക്ക് വേർതിരിച്ച് നിർത്താൻ പറ്റില്ല. ഫിസിക്കൽ ജോഗ്രഫി വേറെ, ഹ്യൂമൻ ജോഗ്രഫി വേറെ എന്നൊന്നും ഒരിക്കലും നമുക്ക് വേർതിരിച്ച് നിർത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ആവശ്യം. ആൻഡ് ഫൈനലി സ്പേഷ്യൽ അനാലിസിസ്, ഈ ഒരു ഏരിയ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. സ്പേഷ്യൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് പാറ്റേണുകൾ, റിലേഷൻഷിപ്പുകൾ, അതോടൊപ്പം തന്നെ എന്താണ് പ്രോസസ്സുകളൊക്കെ ഹ്യൂമൻ ഏരിയ നോക്കിയാലും ഫിസിക്കൽ ഏരിയ നോക്കിയാലും ഹ്യൂമൻ ജോഗ്രഫി നോക്കിയാലും ഫിസിക്കൽ ജോഗ്രഫി നോക്കിയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജോഗ്രഫിയെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാക്കി നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചറുള്ള സബ്ജക്റ്റ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ജോഗ്രഫി ആസ് എ സോഷ്യൽ സ്റ്റഡി നമ്മൾ പറയും, എങ്ങനെ നമുക്ക് പറയാം, ഒരു സ്പേസുമായിട്ടുള്ള കണക്ഷൻ. ജോഗ്രഫി ആസ് എ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടെ ഒരു സയൻറ്റിഫിക് ലെവലിൽ വന്നിട്ട് എർത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചറുകളും പ്രോസസ്സുകളും എങ്ങനെ സംഭവിക്കുന്നു എന്ന് ശാസ്ത്രീയമായി പഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് ജോഗ്രഫേഴ്സ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ ബീങ്സും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ ബേസിക് ലെവലിലെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.